സിക്സ്ത് സ്റ്റാൻഡേർഡിൻ്റെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡിൽ ആക്ടിവിറ്റി കാർഡ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ കമൻറ്റ്സ് ആയിട്ട് ചോദിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നമ്മൾ ഈ ആക്ടിവിറ്റി കാർഡ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 7th സ്റ്റാൻഡേർഡിലെ ക്ലാസ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തിട്ടുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ടിവിറ്റി കാർഡ് 1, യൂണിറ്റ് 2, ദ എസൻസ് ഓഫ് ചേഞ്ച്. ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് യു സീ ഇൻ ദ പിക്ചർ ഇൻ ദ ടേബിൾ ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന ടേബിളിൽ ആ പിക്ചറിൽ കാണുന്ന ആക്ടിവിറ്റീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം അതിലവിടെ കൊടുത്തിട്ടുണ്ട് ദിസ് ഫാൻ ഈസ് സ്പിന്നിങ്. ഫാൻ സ്പിന്നിങ് എന്ന് പറയുമ്പോൾ ഫാൻ കറങ്ങാണ്. നെക്സ്റ്റ് എന്താ? ഗ്ലോയിങ് ബൾബ്. ബൾബ് കത്തി നിൽക്കുന്നു. വർക്കിംഗ് ടെലിവിഷൻ. ടെലിവിഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. വാച്ചിങ് ടെലിവിഷൻ. കുട്ടികൾ ടെലിവിഷൻ വാച്ച് ചെയ്യാന്ന് വെച്ചാൽ കാണുന്നുണ്ട്. അതുപോലെ ബേണിംഗ് ഫയർവുഡ്. അവിടെ അമ്മ അടുക്കളയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിറക് കത്തിക്കുന്നുണ്ട്. ദ എബിലിറ്റി ടു വർക്ക് ഈസ് കോൾഡ് എനർജി. ഹീറ്റ്, ഇലക്ട്രിസിറ്റി, ലൈറ്റ്, സൗണ്ട് എക്സെട്ര ആർ ഡിഫറെൻറ്റ് ഫോം ഓഫ് എനർജി. നമുക്ക് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി, കഴിവിനെയാണ് പറയുന്നത് എനർജി എന്ന്. അതുപോലെ തന്നെ ഹീറ്റ്, ഇലക്ട്രിസിറ്റി, ലൈറ്റ്, സൗണ്ട് ഇതൊക്കെ എനർജിയുടെ പല ഫോമാണെന്ന്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കാം. Different situations are given in the picture. Complete the table by identifying different form of energy produced in each case and the one we usually make use of. ഇവിടെ അവർ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, മുകളിൽ നമ്മൾ കുറച്ച് സിറ്റുവേഷൻ കണ്ടില്ല പിക്ചറിൽ, അതിൽ 3 സിറ്റുവേഷൻ എഴുതിയിട്ട് അവിടെ ഏത് എനർജിയാണ് അവർ യൂസ് ചെയ്യണത്, ആ എനർജി യൂസ് ചെയ്യുമ്പോൾ എന്ത് എനർജിയാണ് കിട്ടുന്നത്, അതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കാം. സിറ്റുവേഷൻസ്. ഇപ്പോൾ ബേണിംഗ് ഫയർവുഡ്, വിറക് കത്തിക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? എന്ത് എനർജിയാണ് അവർ യൂസ് ചെയ്യുന്നത്? ഹീറ്റ് എനർജി. ചൂട് ഉപയോഗിച്ചിട്ടല്ലേ ഭക്ഷണമൊക്കെ പാകം ചെയ്യുക. എന്ത് എനർജി അവിടെ പുറത്തേക്ക് വരുന്നത്? ലൈറ്റ് എനർജി. തീ കത്തുന്നത് ലൈറ്റ്. ഹീറ്റ് എനർജി, ചൂടും വരുന്നുണ്ട്. അടുത്തത് എന്താ? ഗ്ലോയിങ് ബൾബ്. അവിടെ എന്ത് എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലൈറ്റ് എനർജി. അവിടെ എന്തൊക്കെയാണ് പുറത്ത് വരുന്നത്? ലൈറ്റ് എനർജിയും വരുന്നുണ്ട്, ഹീറ്റ് എനർജിയും വരുന്നുണ്ട്. ബൾബ് കത്തിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു ചൂടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതാണ് ഹീറ്റ് എനർജി കൂടി എഴുതിയിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വർക്കിംഗ് ടെലിവിഷൻ. ടെലിവിഷൻ വർക്ക് ചെയ്യുമ്പോൾ എന്ത് എനർജി യൂസ് ചെയ്യണേ? ലൈറ്റ് എനർജിയും ഉണ്ട്, സൗണ്ട് എനർജിയും ഉണ്ട്. എന്തൊക്കെ എനർജിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണേ? ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി. ലൈറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ടി വിയിൽ സിനിമ കാണുമ്പോൾ ലൈറ്റ് വരുന്നുണ്ട്. സൗണ്ട് എനർജി, നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഒരുപാട് സമയം ടി വി ഓണാക്കി വെച്ച് എന്തുണ്ടാവും? ഹീറ്റ് എനർജി കൂടി ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 2, മൂവിങ് മെഷീൻ പാർട്ട് ഹാവ് മെക്കാനിക്കൽ എനർജി. ഒരു മെഷീൻ പാർട്ട് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? മെക്കാനിക്കൽ എനർജി വേണം. മെഷീൻസൊക്കെ വർക്ക് ചെയ്യണത് മെക്കാനിക്കൽ എനർജി വെച്ചിട്ടാണ് കേട്ടോ. ഇനി നോക്കാം. ദ എനർജി കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റാൻസ് ഈസ് കോൾഡ് കെമിക്കൽ എനർജി. ഒരു വസ്തുവിലുള്ള എനർജി, അതിനെയാണ് കെമിക്കൽ എനർജി എന്ന് പറയുന്നത്. പ്ലാന്റ്സ് കൺവേർട്ട് സോളാർ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി ത്രൂ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സ് എന്ത് ചെയ്യും? സോളാർ എനർജി കെമിക്കൽ എനർജി ആക്കി മാറ്റും. കെമിക്കൽ എനർജി thus stored up reaches animals through food while burning firewood too. We get the chemical energy stored up in plants. All substance contain chemical energy. ഈ കെമിക്കൽ എനർജി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു സബ്സ്റ്റൻസിലുള്ള എനർജിയാണ് കെമിക്കൽ എനർജി. നമ്മളൊരു പ്ലാന്റ്സ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വുഡ് നമ്മൾ യൂസ് ചെയ്യും. മരങ്ങൾ നമ്മൾ വിറകിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അവിടെ അത് വിറക് കത്തുന്നില്ലേ, അതൊരു കെമിക്കൽ എനർജിയാണ്. ആൻഡ് സെക്കൻഡ് തിങ്, അവർ ഈ സൺലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ സോളാർ എനർജിയിൽ നിന്ന് എടുക്കുന്ന എനർജിയാണ് നമ്മൾ കായ്ക്കനികളായിട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്നത്. നമ്മൾ മാത്രമല്ല എനിമൽസും. ഓക്കെ, അതിനെയാണ് കെമിക്കൽ എനർജി എന്ന് പറയാം കേട്ടോ. മെഷീൻ വർക്ക് ചെയ്യുന്നത് മെക്കാനിക്കൽ എനർജി ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ കെമിക്കൽ എനർജിയും കണ്ടു. ഇനി ഈ മുകളിലുള്ള പിക്ചേഴ്സിലുള്ള ഓരോ സിറ്റുവേഷനും ഏതൊക്കെ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കുന്നത്. ബേണിംഗ് ഓഫ് ഫയർവുഡ്, നമ്മളൊരു വിറക് കത്തിക്കുമ്പോൾ കെമിക്കൽ എനർജി ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി ഫോട്ടോസിന്തസിസ്, ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അടുത്തത് വർക്കിംഗ് ഓഫ് സോളാർ പമ്പ് സെറ്റ്. അവിടെ ലൈറ്റ് എനർജി, സോളാർ പമ്പ് സെറ്റ് എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം കൊണ്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ ആ ലൈറ്റ് എനർജി എടുത്തിട്ട് അവരെന്തായി കൺവേർട്ട് ചെയ്യുന്നു? മെക്കാനിക്കൽ എനർജിയും സൗണ്ട് എനർജിയാക്കി മാറ്റുന്നു. അടുത്തത് വർക്കിംഗ് ഓഫ് ഇലക്ട്രിക് പമ്പ് സെറ്റ്. അതെന്താ? ഇലക്ട്രിക്കൽ എനർജിയാണ് അവിടെ കിട്ടുന്നത്. അത് അവരെന്തൊക്കെയായി മാറ്റുന്നുണ്ട്? മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി. അപ്പോൾ ഇവിടെ കണ്ട ഓരോ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏത് എനർജിയാണ് അവർ വലിച്ചെടുക്കുന്നത്, എന്തായിട്ടാണ് അവർ മാറ്റുന്നത്, അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോസിന്തസിസ്, ഇലകളിൽ അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രവർത്തനം. അപ്പോൾ അവിടെ അവരെടുക്കുന്നത് ലൈറ്റ് എനർജിയാണ്. എന്നിട്ട് അത് കൺവേർട്ട് ചെയ്യണത് എന്തിലേക്കാണ്? കെമിക്കൽ എനർജിയിലേക്കാണ്.
ഞാൻ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്ന വിറക്, അതുപോലെ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കണത്, ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ എനർജീസ് ആണ്. ഓക്കെ, സ്റ്റോർഡ് ചെയ്തിട്ടുള്ള എനർജീസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 3 ആണ്. ഡു ദ ആക്ടിവിറ്റീസ് ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ ചേഞ്ചസ് ഇൻ ദ മെറ്റീരിയൽസ് ആഫ്റ്റർ ഒബ്സർവേഷൻ. ഇപ്പോൾ തന്നിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നിങ്ങളോട് ചെയ്യാൻ പറയുന്നു. എന്നിട്ട് എന്താണ് ആ മെറ്റീരിയൽസിന് മാറ്റമുണ്ടാവുമെന്ന് എഴുതാൻ. അപ്പോൾ ആക്ടിവിറ്റി ചെയ്യണത്, ആദ്യത്തെ ആക്ടിവിറ്റി ഞാൻ ഓരോന്നും എഴുതണില്ല, ജസ്റ്റ് അതിൻ്റെ ഓരോ വേർഡ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആദ്യത്തെ ഐസ് ക്യൂബ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹീറ്റിംഗ് എ ഫ്യൂ ഐസ് ക്യൂബ് ഇൻ എ ബൗൾ. കുറച്ച് ഐസ് ക്യൂബ് ഒരു പാത്രത്തിലിട്ട് അത് ചൂടാക്കുക. അപ്പോൾ എന്താ, ഐസ് ക്യൂബ് എന്താവും, മെൽറ്റാവും. തനിയെ തന്നെ നമ്മളൊരു ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് മെൽറ്റാവും. അപ്പോൾ ചൂടാക്കും കൂടി ചെയ്താൽ ഒന്നും കൂടി മെൽറ്റാവും. ഹീറ്റിംഗ് സം വാക്സ്, മെഴുക് നമ്മൾ ഒന്നും കൂടി ഹീറ്റ് ചെയ്യുക. അപ്പോൾ എന്താ, അതും ഉരുകും. വാക്സ് എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഉരുകുക എന്നർത്ഥം കേട്ടോ. അപ്പോൾ മെഴുകും ഉരുകും. മെഴുകുതിരി കത്തിച്ച് കഴിഞ്ഞാൽ ഉരുകി തീർന്ന് കഴിഞ്ഞിട്ടില്ലേ, അതന്നെ കേട്ടോ. അടുത്തത് ബേണിംഗ് പേപ്പർ. ഇറ്റ് ചേഞ്ചസ് ടു ആഷ് ആൻഡ് റിലീസ് സ്മോക്ക്. ബേണിംഗ് പേപ്പർ, നമ്മളൊരു പേപ്പർ കത്തിക്കുമ്പോൾ എന്തോ വരിക, ചാരം കിട്ടും അതെന്ന് ഇല്ലേ. പിന്നെ എന്താ ഉണ്ടാവുക, കത്തിക്കുമ്പോൾ തന്നെ പുക ആളും ഇല്ലേ, പുക വരും. അടുത്തത് നോക്കാം, ടിയറിംഗ് പേപ്പർ. നമ്മളൊരു പേപ്പർ കട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ഇറ്റ് ബിക്കം സ്മോൾ പീസസ്. അവിടുന്ന് വേറൊരു ചേഞ്ചസ് ഒന്നും കാണില്ല, അതിൻ്റെ ഫിസിക്കലി ഉള്ള മാറ്റങ്ങൾ കാണില്ല. വലിയ പേപ്പർ കട്ട് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാവും. അടുത്തത് കട്ടിംഗ് വെജിറ്റബിൾസ്. ഒബ്സർവേഷൻ എന്താ നമുക്ക് കാണാൻ പറ്റുക, വെജിറ്റബിൾ ബിക്കം സ്മോൾ പീസസ്. വലിയൊരു വെണ്ടക്കായും ക്യാരറ്റും ഒക്കെ എടുത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കാണാൻ പറ്റുക, വലിയ പീസ് ഉണ്ടായിരുന്ന ക്യാരറ്റ് ചെറിയ പീസസ് ആവും. ഇതൊക്കെയാണ് ചേഞ്ചസ് നമുക്ക് കാണാം. The process in which substances change into new substance by absorbing or releasing energy is termed as chemical change. Chemical change is a permanent change. ഒരു പ്രോസസ്സ്, ഒരു പ്രവർത്തനം, ഒരു സബ്സ്റ്റൻസ് വേറൊരു സബ്സ്റ്റൻസായിട്ട് മാറുകയാണ്. ഓക്കെ, അതെങ്ങനെ, ഒന്നുമില്ലെങ്കിൽ ഒരു എനർജി വലിച്ചെടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു എനർജി റിലീസ് ചെയ്തിട്ട് പുറത്തേക്ക് വിട്ടിട്ട്. ഓക്കെ, ആ ചേഞ്ചിനാണ് എന്ത് പറയുക, കെമിക്കൽ ചേഞ്ച് എന്ന് പറയാം. ഓക്കെ, ഒരു സബ്സ്റ്റൻസ്, ഒരു വസ്തു വേറൊരു വസ്തുവായിട്ട് മാറുക, എനർജി വലിച്ചെടുത്തിട്ടോ റിലീസ് ചെയ്തിട്ടോ. അങ്ങനെ വരുന്ന സബ്സ്റ്റൻസിൻ്റെ ചേഞ്ച് പെർമനൻ്റ് ആണ്, അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു പേപ്പർ എടുത്ത് കത്തിച്ച് കഴിഞ്ഞ് അവർ ഒരു എനർജി പുറത്തേക്ക് വിടുന്നുണ്ട്, സ്മോക്ക് പുറത്തേക്ക് വരുന്നില്ലേ. അപ്പോൾ ഒരു എനർജി പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവിടെ ആ പ്രോസസ്സ് നടക്കുന്നത്. ആ പേപ്പർ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ, ആഷാണ്. അപ്പോൾ ഒരു സബ്സ്റ്റൻസ് മാറി വേറൊരു സബ്സ്റ്റൻസ് കിട്ടി. ഇതാണ് കെമിക്കൽ ചേഞ്ച്. നെക്സ്റ്റ് നോക്കാം, ദ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ വിത്ത് റിഗാർഡ്സ് ടു ഇറ്റ് സ്റ്റേറ്റ്, ഷേപ്പ് ഓർ സൈസ് ഇസ് ടേംഡ് ആസ് ഫിസിക്കൽ ചേഞ്ച്. എക്സ്പാൻഷൻ, മെൽറ്റിംഗ്, ബ്രേക്കിംഗ്, tearing, etc. are all physical changes. New substance are not formed during physical change. Physical change എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫിസിക്കൽ എന്ന് പറയുന്നത് എന്താ, രൂപം. ഓക്കെ, അപ്പോൾ രൂപത്തിൽ ചേഞ്ച് ഉണ്ടാവുന്നതാണ് ഫിസിക്കൽ ചേഞ്ച്. അതല്ലാതെ അവിടെ വേറെ സബ്സ്റ്റൻസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ പേപ്പർ കത്തിച്ച് ആഷ് ഉണ്ടാവുന്ന പോലെ സബ്സ്റ്റൻസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഒരു പേപ്പർ കത്തിക്കുന്നതും ഒരു പേപ്പർ ടിയർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ, കീറണതും തമ്മിൽ. ഒരു പേപ്പർ കത്തിക്കുമ്പോൾ കിട്ടണത് ആഷ്, അതാണ് കെമിക്കൽ ചേഞ്ച്. ഒരു പേപ്പർ കീറുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ ചേഞ്ചാണ് മാറ്റുന്നത്, വേറെ ഒന്നും നമുക്ക് കിട്ടണില്ല, അത് വേറൊരു രൂപമായി മാറുന്നു. അതാണ് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കാം, ആക്ടിവിറ്റി കാർഡ് 3. കാറ്റഗറൈസ് ആൻഡ് ലിസ്റ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഇൻ ദ ആക്ടിവിറ്റി യു ഒബ്സർവ്. നിങ്ങൾ കണ്ടിട്ടുള്ള ഈ കാര്യങ്ങളിൽ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ ചേഞ്ചിലെ രൂപത്തിൽ മാറ്റം വരുന്നത്, ഹീറ്റിംഗ് ഐസ് ക്യൂബ് ഹീറ്റ് ചെയ്യുമ്പോൾ ക്യൂബ് ഉള്ളത് എന്തായി, വെള്ളമായിട്ട് മാറും. ഹീറ്റിംഗ് വാക്സ്, മെഴുക് എന്തായി മാറും, മെഴുകും ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ലിക്വിഡ് ഫോമിലാവും. ടിയറിംഗ് പേപ്പർ ഇൻ ടു പീസസ്, വലിയ പേപ്പർ കട്ട് ചെയ്ത് കീറി വരുമ്പോൾ കുഞ്ഞു പീസാവും. അടുത്തത് കട്ടിംഗ് വെജിറ്റബിൾ, വലിയ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയ വെജിറ്റബിളായിട്ട് മാറും. അടുത്തത് ഇനി കെമിക്കൽ ചേഞ്ച്, എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അത് നോക്കാം. ബേണിംഗ് പേപ്പർ കത്തിക്കുക, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ആഷ്. ബേണിംഗ് ഫയർവുഡ്, വിറക് കത്തിക്കുക, അപ്പോഴും നമുക്ക് എന്ത് കിട്ടും, ആഷ് കിട്ടും. റസ്റ്റിംഗ് ഓഫ് അയൺ തുരുമ്പ് പിടിക്കുമ്പോൾ. സോറിങ് മിൽക്ക്, പാലിൽ പുളി കയറുമ്പോൾ. ഓക്കെ, ഇതൊക്കെയാണ് കെമിക്കൽ ചേഞ്ച് കേട്ടോ. ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ ആണ്, റെക്കോർഡ് ദ അപ്രോപ്രിയേറ്റ് സിറ്റുവേഷൻ ഇൻസ്റ്റൻറ്റ് ഫോർ ഈച്ച് എനർജി ചേഞ്ചസ് ഗിവൻ ബിലോ. താഴെ തന്നിട്ടുള്ള എനർജീസിലെ ഏതൊക്കെ സബ്സ്റ്റൻസിലാണ് ചേഞ്ചസ് ഇങ്ങനെ വരുന്നതെന്ന് നോക്കാം. ഒരെണ്ണം അവർ കൊടുത്തിട്ടുണ്ട്, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുക. ടോർച്ചിൻ്റെ സെല്ലിലാണ് കെമിക്കൽ എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുന്നത്. അടുത്തത് നമുക്ക് നോക്കാം, മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്.
ജനറേറ്റർ എന്ന് പറഞ്ഞൊരു മെഷീനാണ്. അത് വർക്ക് ചെയ്യാൻ മെക്കാനിക്കൽ എനർജി വേണം. മെഷീൻസ് വർക്ക് ചെയ്യാൻ മെക്കാനിക്കൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ജനറേറ്റർ എന്തിനെ യൂസ് ചെയ്യാം? നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടാനായിട്ട്. അപ്പോൾ എന്തായിട്ടാണ് മാറുന്നത്? ഇലക്ട്രിസിറ്റി എനർജി. അടുത്തത് ഇലക്ട്രിസിറ്റി എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറുന്നത്. ടെലിവിഷൻ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രൈൻഡർ പറയാം, അല്ലെങ്കിൽ നമുക്ക് സ്പീക്കർ പറയാം. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി എടുത്തിട്ട് അവർ നമുക്ക് സൗണ്ടാണ് തരുന്നത്. ഓക്കെ, അടുത്തത് ലൈറ്റ് എനർജി ഹീറ്റ് എനർജി ആക്കുന്നത്. സോളാർ വാട്ടർ ഹീറ്റർ, വെള്ളം ചൂടാക്കുന്ന മെഷീൻ. എങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത്? സൺലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. സൺലൈറ്റ് വലിച്ചെടുത്തുകൊണ്ട് അവരെന്താക്കണു? ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നു. അടുത്തത് കെമിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറണം. കെമിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറുന്നത് ബേൺ ക്രാക്കേഴ്സ്, പടക്കം പൊട്ടിക്കുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കെമിക്കൽ എനർജി. കെമിക്കൽ എനർജി എങ്ങനെയാണെന്ന് പറഞ്ഞേക്കുന്നത്? ഒരു സബ്സ്റ്റൻസ് മാറി വേറെ സബ്സ്റ്റൻസ് നമുക്ക് കിട്ടണം. അപ്പോൾ അതെന്തായിട്ടാണ് മാറണേ? പടക്കം പൊട്ടിക്കുമ്പോൾ എന്താവും? സൗണ്ടും കേൾക്കാൻ പറ്റും. അടുത്തത് കെമിക്കൽ എനർജി ടു ഹീറ്റ് എനർജി, ബേണിംഗ് ഫയർവുഡ്. നമ്മൾ വിറക് കത്തിക്കുമ്പോൾ നമുക്ക് ആ കെമിക്കൽ എനർജി, ഒരു സബ്സ്റ്റൻസ് വേറെ സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നുണ്ട്, ചൂട് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When a filament bulb glows, light energy and heat energy are generated. Only light energy is commonly used. Write down a contest that uses the heat energy. ഫിലമെൻറ്റ് ബൾബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജി കിട്ടുന്നുണ്ട്. പക്ഷേ ലൈറ്റ് എനർജിയാണ് നമ്മൾ ബൾബുകളിൽ കൂടുതൽ യൂസ് ചെയ്യണേ. ഒരു സ്ഥലത്ത് ഹീറ്റ് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അതേതാണെന്ന് ചോദിച്ചേക്കണേ. ഹീറ്റ് ഓഫ് ഫിലമെൻറ്റ് ബൾബ് ഈസ് യൂസ്ഡ് ഇൻ ഇൻക്യുബേറ്റർ ഫോർ ഹാച്ച് എഗ്സ്. മുട്ടകൾ വിരിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബോക്സിൽ ഈ ഫിലമെൻറ്റ് ബൾബ് കത്തിച്ച് വെച്ചിട്ട് ആ ചൂട് കൊണ്ടാണ് ഈ മുട്ടകൾ വിരിയുക. ഓക്കെ, അപ്പോൾ ഇൻക്യുബേറ്ററിലാണ് നമ്മളിത് യൂസ് ചെയ്യണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 4 ആണ്. വാട്ടർ ഇവാപറേറ്റ് ഡ്യൂ ടു ദ ഹീറ്റ് ഓഫ് സൺ. ദ വേപ്പർ ദാറ്റ് റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ റിലീസ് ദ ഹീറ്റ് ആൻഡ് ടേൺസ് ഇൻ ടു എ ക്ലൗഡ്. വെൻ ദ ക്ലൗഡ് കൂൾസ് ഡൗൺ വെൽ ദ വാട്ടർ ഡ്രോപ്സ് ഫോൾ ഡൗൺ ആസ് റെയിൻ. മഴ ഇങ്ങനെ ഉണ്ടാവുക എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്താ ഉണ്ടാവുക? ഇപ്പം കുളങ്ങളിൽ അതുപോലെ കടലിലൊക്കെ ഉള്ള വെള്ളം ചൂടായിട്ട്, സൂര്യൻ്റെ ചൂട് തട്ടി ചൂടായിട്ട് വേപ്പറായിട്ട് അവർ അറ്റ്മോസ്ഫിയറിലെത്തും. എന്ന് വെച്ചാൽ നീരാവിയായിട്ട് അവരെന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ, അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവർ ചൂട് റിലീസ് ചെയ്തിട്ട് മേഘങ്ങളുടെ അടുത്തേക്ക് പോകും. മേഘങ്ങളുടെ അടുത്ത് പോയിട്ട് അവരെന്ത് ചെയ്യും? എൻ്റെ ക്ലൗഡ് കൂൾ ഡൗൺസ്. ഈ മേഘങ്ങൾ കൂളായി കഴിഞ്ഞാൽ നമുക്ക് എന്താവും? വാട്ടർ ഡ്രോപ്സ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മഴ കിട്ടും, മഴത്തുള്ളികളായിട്ട് മാറും. ഓക്കെ, നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ച് ഡു വി സീ ഇൻ ദി പ്രോസസ് ഓഫ് റെയിൻ? റെയിനിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാവണേ? കെമിക്കൽ ചേഞ്ച് ആണോ ഫിസിക്കൽ ചേഞ്ച് ആണോ എന്നാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. നോക്കാം. റെയിൻ ഫോർമേഷൻ ഈസ് എ ഫിസിക്കൽ ചേഞ്ച് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി എ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് വാട്ടർ. റെയിൻ ഫോർമേഷൻ, മഴയുണ്ടാവുന്നത് ഒരു ഫിസിക്കൽ സ്റ്റേറ്റ്, അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ചേഞ്ച് മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, നമ്മളൊരു പേപ്പർ കത്തിക്കുമ്പോൾ നമുക്കൊരു പേപ്പർ മാറി അത് ചാരം കിട്ടുന്നുണ്ട് ഇല്ലേ? ഇവിടെ വെള്ളം അരുവിയിൽ നിന്നോ കടലിൽ നിന്നോ മുകളിലേക്ക് പോയി അത് വാട്ടർ വേപ്പറായിട്ട് പോകുന്നു, ക്ലൗഡ്സിലെത്തുന്നു, തിരിച്ചും വരുന്നത് വെള്ളം തന്നെയാണ്. ഫിസിക്കൽ ചേഞ്ചിനാണ് മാറ്റമുള്ളൂ. കെമിക്കലായിട്ട് ഒന്നും മാറ്റില്ല, ഒന്നും അവിടെ പ്രൊഡ്യൂസ് ആവണില്ല. എന്തെങ്കിലും പുതിയതായിട്ട് പ്രൊഡ്യൂസ് ആയാലേ കെമിക്കൽ ചേഞ്ച് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? ഫിസിക്കൽ ചേഞ്ചാണ് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്തത് അവരൊരു ഫ്ലോ ചാർട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. വാട്ടർ ഇൻ റിസർവിയേഴ്സ്. റിസർവിയേഴ്സ് എന്ന് വെച്ചാൽ വെള്ളമുള്ള എല്ലാ സ്ഥലങ്ങളും, കുളം, അരുവി, കടൽ, കിണർ, അങ്ങനെ എല്ലാതും. അവിടെ നിന്നുള്ള വെള്ളം റിസീവ് ഹീറ്റ്, ചൂട് തെറ്റിയ എന്തുണ്ടാവും? അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. വാട്ടർ ഇൻ റിസർവിയേഴ്സ് റിസീവ് ഹീറ്റ്, ചൂട് കിട്ടിക്കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ ഫോംഡ് ആൻഡ് റീച്ച്ഡ് അറ്റ്മോസ്ഫിയർ, എന്താവും? നീരാവിയായിട്ട് മാറിയിട്ട് അന്തരീക്ഷത്തിൽ കലരും. റിലീസ് ഹീറ്റ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ ചൂട് റിലീസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ക്ലൗഡ്സ് ആർ ഫോംഡ്, അവർ ക്ലൗഡ്സ് ആയിട്ട് മാറും മുകളിലേക്ക് പോയിട്ട്. ദി ക്ലൗഡ്സ് കൂൾസ് ആൻഡ് ഇറ്റ് റെയിൻസ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ക്ലൗഡ്സ് എന്ത് ചെയ്യും? കൂളാവുമ്പോൾ എന്ത് വരും? നമുക്ക് മഴ കിട്ടും. ഓക്കെ, ആ പറഞ്ഞ കാര്യങ്ങൾ ഫ്ലോ ചാർട്ടായി കൊടുത്തേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 5 ആണ്. യൂണിറ്റ് 3, ഫ്ലവർ ടു ഫ്ലവർ. ഒബ്സർവ് ദ ഫ്ലവേഴ്സ് ഇൻ എ ഗാർഡൻ. ആർ ഓൾ ഫ്ലവേഴ്സ് അലൈക്ക്? എല്ലാവരും ഒരുപോലെയാണോ എന്ന് ചോദിച്ചേക്കണേ. യു വിൽ ഹാവ് ഫ്ലവേഴ്സ് ഓൾ അറൗണ്ട് യു. നിങ്ങളുടെ ചുറ്റും ഒരുപാട് പൂക്കളുണ്ടാവില്ലേ? ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഇൻ കളർ, സ്മെൽ ആൻഡ് നമ്പർ ഓഫ് പെറ്റൽസ്. പെറ്റൽസ് എന്ന് പറയുമ്പോൾ ഇതളുകൾ. ഒബ്സർവ് ദം കെയർഫുള്ളി ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. അപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് പൂക്കളുണ്ട്, അവരെയൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ തന്നിട്ടുള്ളതെന്ന്. ഫസ്റ്റ് കോളത്തിൽ നെയിം ഓഫ് ഫ്ലവർ തന്നിട്ടുണ്ട്, ഫ്ലവറിൻ്റെ പേര്, അതിൻ്റെ കളറ്, അതിൻ്റെ സ്മെല്ല്,
നമ്പർ ഓഫ് പെറ്റൽസ്, എത്ര ഇതളുകളുണ്ട്, സൈസ് എങ്ങനെയാണ്. അടുത്ത കോളം സിംഗിൾ ഫ്ലവർ ആണോ ബഞ്ച് ഓഫ് ഫ്ലവർ ആണോ, ഒരു കൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സ് ആണോ അതോ ഒറ്റൊറ്റയായിട്ടുള്ള ഫ്ലവേഴ്സ് ആണോ. അടുത്തത് ബ്ലൂമിങ് ഡേ ഓർ നൈറ്റ്, വിരിയുന്നത് രാവിലെ ആണോ രാത്രിയാണോ എന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാനത് 2-3 എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ജാസ്മിൻ, മുല്ലപ്പൂ, കളർ ഏതാ, വെള്ള കളർ, നല്ല സ്മെല്ലല്ലേ, അതുകൊണ്ട് ഗുഡ് സ്മെൽ. ചിലതിന് സ്മെല്ലേ ഉണ്ടാവില്ല, അപ്പം നോ സ്മെല്ലിന് എഴുതാം. അതിന് എത്ര ഇതളുണ്ട്, 5 പെറ്റൽസ്. അതിൻ്റെ സൈസ് എങ്ങനെയാണ്, സ്മോൾ സൈസ്. അതെങ്ങനെ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആണോ ഒരു ഫ്ലവറായിട്ടാണ് നിൽക്കുക, ഓരോ ഫ്ലവറായിട്ടാണ് നിൽക്കുക അല്ലേ. സിംഗിൾ ഫ്ലവർ, അതെപ്പോഴാണ് വിരിയുക, രാത്രി. അങ്ങനെ ഇത് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അടുത്തത് അനലൈസ് ദി കംപ്ലീറ്റ് ടേബിൾ ആൻഡ് റൈറ്റ് യുവർ കൺക്ലൂഷൻ. ഇപ്പോൾ നമ്മൾ എഴുതിയ ടേബിൾ എന്ത് വേണം, നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. എന്തൊക്കെ ഡിഫറൻസ് ആണ് അവിടെ കണ്ടേക്കുന്നത്. എല്ലാ പൂക്കളും ഒരുപോലെ ആയിട്ട് തോന്നിയോ, എല്ലാ പൂക്കളും രാത്രിയാണോ വിരിയുന്നത്, എല്ലാ പൂക്കൾക്കും ഒരേ ഇതള് ഒരേ കളറായിട്ട് തോന്നിയിട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടാവില്ല. എല്ലാതും പലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താണോ ആ ടേബിളിൽ നിന്ന് മനസ്സിലായേ അതിനെക്കുറിച്ചിട്ടുള്ളൊരു കൺക്ലൂഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആദ്യം ഓരോന്നും എഴുതി ട്രൈ ചെയ്യണം. എന്നിട്ട് കിട്ടണില്ലെങ്കിൽ നോക്കുക. ഹിയർ വി ക്യാൻ സീ എ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ്, സ്മെൽ, നമ്പർ ഓഫ് പെറ്റൽസ്. നമുക്കിവിടെ പലതരത്തിലുള്ള ഫ്ലവേഴ്സിനെ കാണാൻ പറ്റും. പല കളറിലെ, സ്മെല്ലിലെ, പല ടൈപ്പ് ഓഫ് ആൻഡ് പല നമ്പർ ഓഫ് ഇതളുകൾ. ഓക്കെ, സം ഫ്ലവേഴ്സ് സ്മെൽ ഗുഡ് ആൻഡ് സം ഫ്ലവേഴ്സ് ഹാഡ് നോ സ്മെൽ അറ്റ് ഓൾ. ചില ഫ്ലവേഴ്സ് നല്ല സ്മെല്ലുണ്ട്, ചില ഫ്ലവേഴ്സിന് സ്മെല്ലേ ഇല്ല. സം ഫ്ലവേഴ്സ് ആർ സ്മോൾ ഇൻ സൈസ്, സം അതേഴ്സ് ആർ ലാർജ്. ചിലത് ചെറിയ പൂക്കളാണ്, ചിലത് വലിയ പൂക്കളാണ്. ദർ ഈസ് ആൾസോ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് സിംഗിൾ ഫ്ലവേഴ്സ്. ചിലത് ഒറ്റ പൂക്കളായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ചെത്തി അങ്ങനെയുള്ള പൂക്കളൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് പൂക്കളായിട്ടല്ല നിൽക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് എന്നർത്ഥം. സം ഫ്ലവേഴ്സ് ബ്ലൂം അറ്റ് ഡേ ആൻഡ് സം ആർ നൈറ്റ്. ചിലത് രാത്രി വിരിയുന്നവരുണ്ടാവും, ചിലവർ രാവിലെ വിരിയുന്നവരുണ്ടാവും. അപ്പോൾ പല ഫ്ലവേഴ്സും പല ടൈപ്സിലാണ്. ഓക്കെ, അതാണ് നമുക്ക് ഈ ബോക്സിൽ നിന്ന് മനസ്സിലായത്. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 6. ലുക്ക് അറ്റ് ദ പിക്ചർ, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ക്ലാസിഫൈങ് ഫ്ലവേഴ്സ് ഇൻ ടു യൂണിസെക്ച്വൽ ആൻഡ് ബൈസെക്ച്വൽ ഫ്ലവേഴ്സ്. യൂണിസെക്ച്വൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഒന്നുമില്ലെങ്കിൽ മെയിൽ ഓർഗൻ അല്ലെങ്കിൽ ഫീമെയിൽ ഓർഗൻ ഏതെങ്കിലും ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ബൈസെക്ച്വൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഓർഗൻസ് ഉണ്ടാവും, മെയിലും ഉണ്ടാവും ഫീമെയിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ തന്നിട്ടുണ്ട്, ഓർഗനാണെന്ന് നോക്കാം. യൂണിസെക്ച്വൽ ഫ്ലവേഴ്സ്, മെയിൽ ഓർഗൻ അല്ലെങ്കിൽ ഫീമെയിൽ ഓർഗൻ ഉണ്ടാവുന്നത് പംകിൻ ഫ്ലവർ, മത്തൻ്റെ പൂവ്. ബൈസെക്ച്വൽ ഫ്ലവേഴ്സ്, ഫീമെയിലും മെയിൽ ഓർഗൻസും ഉണ്ടാവുന്നത് ഷൂ ഫ്ലവർ, ഗ്രീൻ ഫ്ലവർ, ഇക്സോറ എന്നൊക്കെ പറയുമ്പോൾ ചെത്തിപ്പൂ, അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂ, അങ്ങനെ കുറച്ച് പൂക്കൾക്കാണ് ബൈസെക്ച്വൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്, മെയിൽ ഓർഗനും ഫീമെയിൽ ഓർഗനും ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 7. The male gamete from the pollen grain should reach the ovary and fuse with the egg. Fusion of male gamete with the egg is called fertilization. Fruit is formed in plants after fertilization. നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് ഫ്രൂട്ട്സ് കഴിക്കാൻ കിട്ടുന്നത് ഫെർട്ടിലൈസേഷൻ്റെ ഫലമാണ്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ പോളൻ ഗ്രെയിൻസിൽ നിന്ന് മെയിൽ ഗാമൈറ്റ് വന്നിട്ട് എഗ്ഗിലിരിക്കും. ഓക്കെ, അപ്പോഴാണ് അവിടെ നടക്കുന്ന പ്രവൃത്തിയാണ് ഫെർട്ടിലൈസേഷൻ. അങ്ങനെ ഫെർട്ടിലൈസേഷൻ കിട്ടുമ്പോൾ നമുക്ക് ഫ്രൂട്ട് കിട്ടും. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ ഓഫ് ഗൈനോഷ്യം ആൻഡ് ലാബൽ ദ പാർട്ട്. അവിടെ കുറച്ച് പാർട്സ് തന്നിട്ടുണ്ട്, ആ പാർട്സ് അവിടെ ലാബൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റിൽ ഈ ഫോട്ടോ ഉണ്ട്, ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്കറിയാം, പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ടൊന്ന് ഫില്ല് ചെയ്യുക. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇക്സോറ ബിലോങ്സ് ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ്, വൈ. ഇക്സോറ ഏത് ഗ്രൂപ്പിലെ ഫ്ലവറാണ്, എന്തുകൊണ്ട്. ബൈസെക്ഷ്വൽ, യൂണിസെക്ഷ്വൽ എന്താണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ഇക്സോറനെ പറ്റി പഠിച്ചു, നോക്കാം. ഇക്സോറ ബിലോങ് ടു ബൈസെക്ഷ്വൽ ഫ്ലവേഴ്സ് because both androecium and gynosium are found in the flowers of Ixora. ഈ ആൻഡ്രോഷിയം അതുപോലെ ഗൈനോസിയം എന്ന് പറയുന്നത് മെയിൽ ഓർഗൻ ഫീമെയിൽ ഓർഗൻസ് ആണ് കേട്ടോ. അത് രണ്ടും ഉള്ളതുകൊണ്ടാണ് ബൈസെക്ഷ്വൽ ഫ്ലവേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. ഡ്രോ ദ പാത്വേ ഓഫ് ദ മെയിൽ ഗാമേറ്റ് ആഫ്റ്റർ ദ പോളൻ ഗ്രെയിൻ ഹാസ് ഫോളൻ ഓൺ ദ സ്റ്റിഗ്മ. സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻ വീണതിന് ശേഷം ഞാൻ പറഞ്ഞു നേരത്തെ മെയിൽ ഗാമൈറ്റ് നമ്മുടെ എഗ്ഗിൽ വന്നിട്ട് ഫ്യൂസ് ആവും, രണ്ടും കൂടി കലരുമ്പോഴാണ് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുക, അപ്പോഴാണ് നമുക്ക് ഫ്രൂട്ട് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് വഴിയാണ് അത് വരുന്നതെന്ന് ജസ്റ്റ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, നോക്കാം. അപ്പോൾ അതിൻ്റെ പാത്വേ അതാണ് കേട്ടോ, അപ്പ് ടു ഡൗൺ ഡയറക്ഷൻ. ഓക്കെ, ആക്ടിവിറ്റി കാർഡ് 8. ഇതിൽ നമ്മൾ സെൽഫ് പോളിനേഷൻ ക്രോസ് പോളിനേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇത് ഓൾറെഡി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, പറഞ്ഞുതരാം. The transfer of pollens from the anther of one flower to the stigma of the same flower or from one flower
to another flower of the same plant is called self-pollination. എന്ന് വെച്ചാൽ ഒരു ചെടിയിൽ തന്നെ ഉണ്ടാവുന്ന രണ്ട് പൂക്കളില്ലേ, ഓക്കെ, ഒരു പൂവിൽ നിന്ന് ഒരു ചെടിയിലെ ഒരു പൂവിൽ നിന്ന് പോളൻസ് വേറൊരു ചെടിയിലെ സ്റ്റിഗ്മയിലേക്ക് വീഴാണ്, ആ ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക്. ഓക്കെ, അതാണ് സെൽഫ് പോളിനേഷൻ. അതിൽ തന്നെയുണ്ട് വാക്ക് സെൽഫ്. അടുത്തത് ക്രോസ് പോളിനേഷൻ. ക്രോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൽഫ് അല്ല, ക്രോസ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, the transfer of pollens from the anther of one flower to the stigma of another flower of the same species is called cross pollination. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ആന്തർ എന്ന് പറഞ്ഞ ഭാഗത്തിൽ നിന്ന് വേറൊരു ഫ്ലവറിലേക്ക് വീഴുക, വേറൊരു ചെടിയിലുള്ള ഫ്ലവറിലേക്ക് വീഴുകയാണ്. പക്ഷേ ഈ രണ്ട് ചെടികളിലും ഏതാണ് ഒരേ സ്പീഷ്യസ്. ഇതിൽ രണ്ട് ചെമ്പരത്തിയെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഐഡൻറ്റിഫൈ ആൻഡ് റെക്കോർഡ് ഈച്ച് പോളിനേഷൻ മെത്തേഡ്. ആദ്യത്തെ പോളിനേഷൻ ഏതായിരുന്നു എന്ന് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൂവിൽ നിന്ന് അടുത്ത രണ്ടാളും ഒരേ ചെമ്പരത്തി പൂവാണ്, പക്ഷെ ഒരു പൂവിൽ നിന്ന് വേറെ ചെടിയിലെ ചെമ്പരത്തിയിലേക്ക് വീഴുന്നത്. അതേതാ? ക്രോസ് പോളിനേഷൻ. രണ്ടാമത്തെ ഏതായിരുന്നു? ഒരു ചെടിയിൽ രണ്ട് ചെമ്പരത്തി പൂവുണ്ട്, അതിൽ ഒരു പൂവിന്ന് ആ ചെടിയുടെ തന്നെ ആ പൂക്കളിലേക്ക് വീഴുക. അതെന്താണ്? സെൽഫ് പോളിനേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പോളിനേഷൻ മെത്തേഡ്. ഈ രണ്ട് പോളിനേഷൻ മെത്തേഡിൻ്റെ ഡിഫറൻസ് ഏതാണ് പറഞ്ഞിരിക്കുന്നത്. അത് മുകളിൽ തന്നിട്ടില്ലേ, എന്താണ് ക്രോസ് പോളിനേഷൻ, എന്താണ് സെൽഫ് പോളിനേഷൻ, അതെടുത്ത് എഴുതാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 9. അവിടെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. പപ്പായ, ബീറ്റർ ഗാർഡ്, കോക്കനട്ട് ട്രീ, പംകിൻ എക്സെട്ര. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ഈസ് നോട്ട് സെൽഫ് പോളിനേറ്റഡ്? വൈ? ശ്രദ്ധിക്കണം, സെൽഫ് പോളിനേറ്റഡ് അല്ലാത്ത ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ട്, എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സെൽഫ് പോളിനേഷൻ എന്താണെന്ന് ഓർമ്മയില്ലേ? ഒരു ചെടിയിൽ നിന്ന് രണ്ട് പൂക്കളിലെ ഒരു പൂവിൻ്റെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വന്നിട്ട് സ്റ്റിഗ്മയിൽ വേറൊരു പൂവിലേക്ക് വിടുക, അതേ ചെടിയിലെ തന്നെ. ഓക്കെ, ഓർമ്മയുണ്ടാവണം കേട്ടോ. നമുക്ക് നോക്കാം ഏതൊക്കെ പ്ലാന്റ്സ് ആണ് സെൽഫ് പോളിനേറ്റഡ് അല്ലാത്ത, എന്താണ് റീസൺ നോക്കാം. ഓക്കെ, പപ്പായ, നട്ട്മഗ്, ഫാൻ പാം, കുടംപുളി, ഇതൊക്കെയാണ് ചെടികൾ. ഓക്കെ, എന്തുകൊണ്ടാണ്? ഇതൊക്കെ ബൈസെക്ഷൽ പ്ലാന്റ്സ് ആണ്. അതിന് മെയിൽ ഓർഗനും ഉണ്ട്, ഫീമെയിൽ ഓർഗനും ഉണ്ട്. അപ്പോൾ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കില്ല. രണ്ട് ഓർഗൻസും ഉണ്ടെങ്കിൽ എന്താണ്? സെൽഫ് പോളിനേഷൻ ഉണ്ടാവില്ല. നെക്സ്റ്റ്, യു ഹാവ് എ ലോട്ട് ഓഫ് പ്ലാന്റ്സ് അറൗണ്ട് യു. ഒബ്സർവ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ വെൻ ഫ്ലവേഴ്സ് ടേൺ ഇൻ ടു ഫ്രൂട്ട് ആൻഡ് റൈറ്റ് ദ ഒബ്സർവേഷൻ നോട്ട്. നിങ്ങളുടെ ചുറ്റും ഒരുപാട് ചെടികളുണ്ട്. ഒരു ഫ്ലവർ ഒരു ഫ്രൂട്ടായിട്ട് മാറുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുക എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അങ്ങനെ ഫ്ലവർ ഒരു ഫ്രൂട്ടായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഓവറി ഫ്രൂട്ടായിട്ട് മാറും. വായിക്കുക ആദ്യം. ദ ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട് ആൻഡ് ഒവ്യൂൾ ബിക്കം സീഡ്. ദ പെറ്റൽസ് ആർ ഫോൾ ഓഫ്. പെഡിസൽ, തലാമസ് ആൻഡ് കാലിക്സ് ബിക്കം സ്ട്രോങ്ങർ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ടെക്സ്റ്റിൽ നോക്കിയിട്ട് ആദ്യം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നോക്കാം കേട്ടോ. ആക്ടിവിറ്റി കാർഡ് 10. പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഇസ് കോൾഡ് പോളിനേഷൻ. നമ്മൾ പറഞ്ഞു ഒരു ചെടിയുടെ ഒരു ഫ്ലവറിൻ്റെ ആന്തറിന് സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് പാസ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക, അതിൻ്റെ പറയുന്ന പേരാണ് പോളിനേഷൻ. ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് പോളിനേഷൻ ആർ കോൾഡ് പോളിനേറ്റിംഗ് ഏജൻറ്റ്. ഇങ്ങനെ ഒരു ചെടിയിൻ്റെ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് ഒരു പോളൻ ഗ്രെയിൻ മാറണമെങ്കിൽ അതിന് കുറച്ച് ഫാക്ടേഴ്സൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഇൻസെക്റ്റ് വഴിയാവും, ഒരു ഇൻസെക്റ്റ് വന്ന് കൊത്തി അപ്പുറത്തെ ചെടിയിൽ കൊണ്ട് വയ്ക്കുമ്പോഴാവും ഉണ്ടാവുക, അല്ലെങ്കിൽ കാറ്റ് വീശുമ്പോൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരെ പറയുന്നതാണ് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്. എക്സാമ്പിൾസ് നോക്കിയേ. വിൻഡ്, വാട്ടർ ആൻഡ് ഓർഗാനിസം ആർ ദ ഇമ്പോർട്ടൻറ്റ് പോളിംഗ് ഏജൻറ്റ്. ഫ്ലവേഴ്സ് ഹാവ് മെനി പെക്യുലാരിറ്റി ഫോർ അട്രാക്റ്റിംഗ് പോളിംഗ് ഏജൻറ്റ്. ഫ്ലവേഴ്സിന് ഒരുപാട് പെക്യുലാരിറ്റീസ് ഉണ്ട് ഈ ഏജൻസിനൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ. എക്സാമ്പിൾ ബട്ടർഫ്ലൈ, ഹണി ബി, പൂവിലേക്ക് വരില്ലേ തേൻ കുടിക്കാൻ, അപ്പോൾ അവരുടെ കയ്യിൽ എന്തുണ്ട്? ഇവരെ അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. കളേർഡ് പെറ്റൽസ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ? കളേർഡ് പെറ്റൽ, കളർഫുള്ളായിട്ടുള്ള ഇതളുകൾ. ഫ്രാഗ്രൻസ്, സ്മെൽ, അവരുടെ സ്മെല്ല്. ഫൗൾ സ്മെൽ, ചിലർക്ക് പൊട്ട സ്മെല്ലാവും, ചിലപ്പോൾ അത് ഇഷ്ടമുള്ള ബട്ടർഫ്ലൈസൊക്കെ ഉണ്ടാവും. ഹെക്ടർ, തേൻ. ഇൻഫ്ലോറൻസ്, പൂങ്കുല. കളേർഡ് ലീവ്സ് അഡ്ജസൻറ്റ് ടു ഫ്ലവർ, ചെടികളിൽ പൂക്കളുടെ അടുത്ത് നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകൾ. ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ്, ലൈറ്റ് വെയ്റ്റ് പോളൻ ഗ്രെയിൻസ്, ഒരുപാട് പോളൻ ഗ്രെയിൻസ്, പിന്നെ ഭയങ്കര ലൈറ്റായിട്ട് കൊത്തിക്കൊണ്ടുപോകാൻ പറ്റണ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ്. ഒബ്സർവ് ദ പിക്ചേഴ്സ്, ഐഡൻറ്റിഫൈ ആൻഡ് ലിസ്റ്റ് ദ സ്യൂട്ടബിൾ പോളിനേറ്റേഴ്സ് ഫോർ ഈച്ച് ഫ്ലവർ ആൻഡ് റൈറ്റ് ദ പെക്യുലാരിറ്റി ഓഫ് ദ ഫ്ലവേഴ്സ് അക്കോർഡിംഗ്ലി.
ഇനി താഴെ കുറച്ച് പിക്ചേഴ്സൊക്കെ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആരൊക്കെയാണ് അവരുടെ പോളിനേറ്റിംഗ് ഏജൻറ്റ്, അവർക്ക് എന്തൊക്കെ പെക്യുലാരിറ്റീസ് ഉണ്ടെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ചെടികൾ അവരൊക്കെയാണ് കേട്ടോ. എലിഫൻ്റ് യാം ഫ്ലവർ, പാഡി, മുസന്ത, റോസ്, ലന്താന, മൈസ്, പെപ്പർ, ബൗഗിനിവില. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചെടികൾ തന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ പെക്യുലാരിറ്റീസ് നോക്കാം, പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് നോക്കാം കേട്ടോ. ഈ ബോക്സാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതിലത്തെ ആൻസേഴ്സൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫ്ലവേഴ്സ് എലിഫൻ്റ് യാം ആണെങ്കിൽ അതിൻ്റെ പോളിനേറ്റർ ആരാ? ഓർഗാനിസം, കുഞ്ഞു കുഞ്ഞ് പ്രാണികളും അങ്ങനത്തെ ഉള്ള ഓർഗാനിസത്തിനാണ് പറയുന്നത്. പിന്നെ ഈ ഓർഗാനിസത്തിൽ ബേർഡ്സ്, ബീസ് അതൊക്കെ പെടും കേട്ടോ. അതിനെയാണ് അവർ മൊത്തത്തിൽ ഓർഗാനിസം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ എലിഫൻ്റ് യാമിന് എന്താണ് എന്ന് വെച്ചാൽ ചേനയ്ക്ക് എന്താണ്? ഒരു പൊട്ട സ്മെല്ലാണ്. അടുത്തത് പാഡി, നെല്ല്. അതിൻ്റെ പോളിനേറ്റേഴ്സ് ആരാവും? കാറ്റ്, വിൻഡ്. കാറ്റാടുമ്പോഴാണ് അത് ഒരു പോളൻ ഗ്രെയിൻസ് വേറെ എണ്ണത്തിൽ പോയി വീഴുക. അവരുടെ പെക്യുലാരിറ്റീസ് എന്താ? ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണെന്ന് അതറിയാം, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ. ഇനി അങ്ങനെ ഓരോന്നും നോക്കിയിട്ട് നിങ്ങൾ എഴുതാം കേട്ടോ. വീണ്ടും പറയുന്നു, ഓർഗാനിസത്തിൽ ഹണി ബീ ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, സ്മോൾ ഇൻസെക്റ്റ് ഉണ്ട്, ഇതൊക്കെ പെടും. ഓക്കെ. ഇനി അടുത്ത ആക്ടിവിറ്റി കാർഡ് 11 ആണ്. യൂണിറ്റ് 4 അലോങ് വിത്ത് മോഷൻ. ഫോഴ്സ്, എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് ഫോഴ്സ്. നമുക്ക് എന്തെങ്കിലും ഒരു പണി ചെയ്യണമെങ്കിൽ അതിന് വേണ്ട കഴിവ് അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഫോഴ്സ്. ഒരു ഫോഴ്സ് കൊടുത്താലാണ് ഒരു വർക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. നമ്മൾ മൊബൈലിൽ ഇരുന്ന് ടച്ച് ചെയ്യണത് നമ്മൾ വിരലുകൊണ്ട് ഒരു ഫോഴ്സ് കൊടുത്താലല്ലേ ഓരോ വീഡിയോസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുള്ളൂ. അതന്നെ. ഇനി നമുക്ക് ബാക്കി നോക്കാം. The following statements are based on the relationship between motion and force. While applying force, object of rest will change to object of motion. ഇനി താഴെ തന്നിരിക്കുന്നത് കുറച്ച് മോഷനും ഫോഴ്സസിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. ഓക്കെ. നമ്മളൊരു ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോൾ അവിടെ വെറുതെ ഇരിക്കുക, അതിനൊന്ന് ഒരു ഫോഴ്സ് കൊടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റെസ്റ്റിലിരിക്കണ ബോൾ എന്ത് ചെയ്യും? മോഷനിലേക്ക് കടക്കും. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. We can move object at rest by applying force. നമുക്ക് ഒബ്ജക്റ്റിന് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റും. അടുത്തത്, we can change the state of a motion of a body to a state of rest by applying force. നമുക്ക് ഒരു മോഷനിൽ, ഒരു മൂവ്മെൻറ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് ഫോഴ്സ് കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യാം? റെസ്റ്റിൽ എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്ക് എത്തിക്കാൻ പറ്റും, നിർത്താൻ പറ്റും. We can apply force to change the direction of motion of the object. ഒരു ഒബ്ജക്റ്റ് വരുന്നതിൻ്റെ ഡയറക്ഷൻ മാറ്റാനായിട്ട് നമുക്ക് പറ്റും ഫോഴ്സ് കൊടുക്കുന്നതിലൂടെ. We can apply force to increase the speed of motion. ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോഴ്സ് കൊടുക്കാൻ പറ്റും. Evaluate the following situation given below and select suitable statement from the top and write them down at the bottom of the picture. ഇതിൽ നിന്ന് അനുയോജ്യമായ സെൻറ്റൻസ് എടുത്തിട്ട് ഇനി തന്നിട്ടുള്ള പിക്ചേഴ്സിൻ്റെ താഴെ എഴുതാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഒരെണ്ണത്തിൽ ഒരു ബോൾ കിക്ക് ചെയ്യാണ് ഫോഴ്സ് കൊടുത്തിട്ട്. ഒരെണ്ണത്തിൽ വരുന്ന ബോളിൻ്റെ ഡയറക്ഷൻ മാറ്റുകയാണ് ബാറ്റ് കൊണ്ട് അടിച്ചിട്ട്. ഒരെണ്ണത്തിൽ വെള്ളത്തിൻ്റെ ഫ്ലോ കാണിക്കുന്നുണ്ട്. അടുത്തത് എന്താ? ഒരെണ്ണത്തിന് പുഷ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ, വി ക്യാൻ മൂവ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ബൈ അപ്ലൈയിങ് ഫോഴ്സ്. ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ബോൾ റെസ്റ്റിലാവില്ലേ നമ്മൾ കിക്ക് ചെയ്യണേക്കെ മുമ്പ്, അപ്പോൾ നമുക്കതിന് മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത്, വി ക്യാൻ അപ്ലൈ ഫോഴ്സ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ്. ബോൾ വരുന്ന ഡയറക്ഷൻ മാറ്റാൻ വേണ്ടി നമുക്കൊരു ഫോഴ്സ് കൊടുക്കാൻ പറ്റും. അടുത്തത്, വി ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് എ മോഷൻ ഓഫ് എ ബോഡി ടു എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ബൈ അപ്ലൈയിങ് ഫോഴ്സസ്. വെള്ളം വരുന്നത് തടഞ്ഞു നിർത്തുകയാണ് അവിടെ. ഓക്കെ, അപ്പോൾ അത് റെസ്റ്റിലേക്ക് ആക്കാൻ പറ്റും. അടുത്തത്, വി ക്യാൻ അപ്ലൈ ഫോഴ്സ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ. ഒരു വസ്തുവിൻ്റെ മൂവ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോഴ്സ് കൊടുക്കാൻ പറ്റും. അവിടെ നിന്ന് പുഷ് ചെയ്യല്ല, വണ്ടി കുറച്ചും കൂടി വേഗത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 11. Find out and write down more situations from everyday life where the state of an object changes when such force is applied. ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ആ ഒബ്ജക്റ്റിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടാവുക സ്റ്റേറ്റിന്. പ്രസ് എ സ്പോഞ്ച്. ഒരു സ്പോഞ്ച് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും ഇല്ലേ? പ്ലാസ്റ്റിക് ബോട്ടിൽ ചേഞ്ച് ഇൻ ടു ഇറ്റ്സ് ഷേപ്പ് വെൻ ഇറ്റ് ഇസ് സ്ക്യൂസ്ഡ്. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഒന്ന് അമർത്തി പിടിച്ചൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ബോട്ടിലിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവും. when we stretch rubber band its shape change. നമ്മളൊരു ഫോഴ്സ്ഫുള്ളി ഒരു റബ്ബർ ബാൻഡ് പിടിച്ച് വലിച്ച് നീട്ടുകയാണ്, അപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? അവിടെയും അതിൻ്റെ സ്റ്റേറ്റിന് ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുണ്ടാവും. നിങ്ങളത് ആലോചിച്ചിട്ട് എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ 2 pictures given below. In both the cases, handcraft driver applies a force.
The result is different in both cases. Write down the changes that occurs in both situations due to the application of force. രണ്ട് ഫോട്ടോയിലും ഹാൻഡ് ക്രാഫ്റ്റ് ആ ഉന്തുവണ്ടിയുമ്പോൾ രണ്ടാളും ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ രണ്ട് തരത്തിലുള്ള ഫോഴ്സാണ്. ആദ്യത്തെ പിക്ചറിൽ നമുക്ക് കാണാം ആ വണ്ടി മുകളിലേക്ക് ഫോഴ്സോടുകൂടി കയറ്റുക. രണ്ടാമത്തെ പിക്ചറിൽ ആളെ ഇറക്കുക. അപ്പോൾ ഒറ്റയടിക്ക് ഇറങ്ങി പോകാനും പറ്റില്ല, ഒന്ന് പിടിച്ചിറക്കണം വേണ്ടേ. അപ്പോൾ എന്ത് ഫോഴ്സാണ് നോക്കാം. ഒന്നാമത്തേൽ എന്തിനാണ് ആൾ ഫോഴ്സ് കൊടുത്ത്? ഫോർ മൂവിങ് ഹാൻഡ് ക്രാഫ്റ്റ്. ആ ഹാൻഡ് ക്രാഫ്റ്റ് മുന്നോട്ട് പോകാനാണ് കൊടുത്തത്. രണ്ടാമത്തേലോ ഫോർ ഡിക്രീസിങ് സ്പീഡ്. ആൾ ഫോഴ്സ് പിന്നിലേക്കാണ് വലിക്കുന്നത്. കാരണം എന്താ? ഹാൻഡ് ക്രാഫ്റ്റ് കയ്യിൽ നിന്ന് പോകരുത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് പല തരത്തിലും നമുക്ക് യൂസ് ചെയ്യാം. അതാണ് അവർ ഈ പിക്ചർ കൊണ്ട് നമുക്കൊരു ഐഡിയ തരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി കാർഡ് 12. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ. പല ടൈപ്പ് ഓഫ് മോഷൻ ഇതിൽ തന്നിട്ടുണ്ട്. സർക്കുലർ മോഷൻ, ഓസിലേറ്റിംഗ് മോഷൻ, വൈബ്രേഷണൽ മോഷൻ, ലീനിയർ മോഷൻ, റൊട്ടേഷണൽ മോഷൻ. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ പാത്തിലുള്ള മൂവ്മെൻറ്റ്. ഓസിലേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മോഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ടു ബോത്ത് സൈഡ്സ്. ഒരു പെൻഡുലം ക്ലോക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, താഴെയുള്ള മണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണത്, അത്. വൈബ്രേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഓസിലേഷൻ, പെട്ടെന്നുള്ള ഒരു വൈബ്രേഷൻ, ഫോണിൻ്റെ വൈബ്രേഷനൊക്കെ പോലെ. ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ്മെൻറ്റ് പോവുക. റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ മോഷൻ ബേസ്ഡ് ഓൺ എ സെൻറ്റർ. അതിനൊരു സെൻറ്റർ ഉണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള മോഷൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ അപ്രോപ്രിയേറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ഫോർ ദ ഫോളോയിങ് ആക്ടിവിറ്റി ആൻഡ് റൈറ്റ് ദ ടേബിൾ ഡെയർ. ഇവിടെ ഇവരുടെയൊക്കെ മോഷൻസ് ഏത് ടൈപ്പാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ റൊട്ടേറ്റിംഗ് ടോപ്പ്, പമ്പരം. രണ്ടാമത്തെ റോക്കറ്റ്, മുകളിലേക്ക് പോകുന്ന റോക്കറ്റ്. മൂന്നാമത്തെ സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പമ്പരം നമുക്കറിയാം കറങ്ങണത് എങ്ങനെയാണ്, ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് കിടന്ന് കറങ്ങുക അല്ലേ. അപ്പോൾ അതേതാ? റൊട്ടേഷണൽ മോഷൻ, അതിനൊരു സെൻറ്ററും ഉണ്ടായിരിക്കും. രണ്ടാമത്തെ റോക്കറ്റ് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊന്നുമല്ലല്ലോ പോവുക, സ്ട്രെയിറ്റ് ആയിട്ടല്ല പോവുക. സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിന് പോണ മോഷനാണ് ലീനിയർ മോഷൻ. അടുത്തത് സ്വിങ്, അതാണ് ഓസിലേറ്റിംഗ് മോഷൻ. നെക്സ്റ്റ് ഒരു ട്രെയിൻ തന്നിട്ടുണ്ട്, കളിക്കുന്ന ട്രെയിനാണ്, ഒരു റൗണ്ടൊക്കെ വെച്ചിട്ടുള്ളത്. ആ റൗണ്ടിൽ കൂടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ. അടുത്തത് ഒരു ട്യൂണിങ് ഫോർക്ക്, വൈബ്രേഷൻ ഉണ്ടാവുന്ന ഒരു ഫോർക്കാണ് കേട്ടോ. അടുത്തത് ഫാൻ. ആൻസേഴ്സ് നോക്കാം. സർക്കുലർ മോഷൻ ആദ്യത്തെ, രണ്ടാമത്തെ വൈബ്രേഷണൽ മോഷൻ, അടുത്തത് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ അതിനൊരു സെൻറ്റർ ഉണ്ടായിരിക്കും. സർക്കുലർ മോഷന് ഒരു പർട്ടിക്കുലർ സെൻറ്റർ ഒന്നും ഉണ്ടായിരിക്കില്ല. സെൻറ്റർ ഉണ്ടാവില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഫാനിന് ഒബ്ജക്റ്റിന് ഒരു സെൻറ്റർ പോർഷൻ ഇല്ലേ, അതിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി കാർഡ് 13. Pictures of two musical instruments are given below. Both of these emit sound through a process called vibration. Emit ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ രണ്ട് ഇൻസ്ട്രുമെൻറ്റ് തന്നിട്ടുണ്ട്, രണ്ടാളും സൗണ്ട് തരുന്നുണ്ട്. ആ പ്രോസസ്സിന് എന്താ പറയുന്നത്? വൈബ്രേഷൻ കൊടുക്കണ കാരണമാണ് അവിടെ സൗണ്ട് വരുന്നത്. The sound is produced by vibration of membrane in chenda and the vibration of the string in veena. Spot more musical instrument that produce sound by vibration and write down the table. അപ്പോൾ ഈ ചെണ്ട ആയാലും വീണയായാലും നമ്മൾ കൊടുക്കുന്ന വൈബ്രേഷൻ, നമ്മൾ വിരലുകൊണ്ട് കിടന്ന് തട്ടുമ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. അതിനനുസരിച്ചാണ് എന്ത് വരുന്നത്? സൗണ്ട് വരുന്നത്. ഇതുപോലെ കുറച്ച് ഇൻസ്ട്രുമെൻസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രണ്ട് കോളം തന്നിട്ടുണ്ട് അവർ. ഒന്ന് മെമ്പറൈൻ, മോഷൻ ഓഫ് മെമ്പറൈൻ. രണ്ടാമത്തെ മോഷൻ ഓഫ് സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്നത് അപ്പുറത്തും ബാക്കിയുള്ളത് ഇപ്പുറത്തും. മോഷൻ ഓഫ് മെമ്പറൈൻ വരുന്നത് ചെണ്ട, സ്നെയർ ഡ്രം, മൃദംഗം, തമ്പോറിയൻ. അടുത്തത് സ്ട്രിങ് വെച്ചിട്ടോ വീണ, ഗിത്താർ, വയലിൻ, സിത്താർ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. താഴെ തന്നേക്കണം നോക്കുക. ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ് പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്. മോഷൻ ഓഫ് മെമ്പറൈൻ, വൈബ്രേഷൻ മെമ്പറൈൻമ ഉണ്ടാകുമ്പോൾ അതിനെ പറയുന്നതാണ് പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്. സ്ട്രിങ്ങമ്മയാണ് വൈബ്രേഷൻ കാരണം മോഷൻ ഉണ്ടാവുന്നത്. സൗണ്ട് കേൾക്കണമെങ്കിൽ അതിനെ പറയുന്നതാണ്, ആ ഇൻസ്ട്രുമെൻസിനെ പറയുന്ന പേരാണ് സ്ട്രിങ്ങഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആക്ടിവിറ്റി കാർഡ് 14. Caps of different bottle of same size, nails, piece of wood, etc. can be used to understand the working of gear. Shall we make a device for it? Fix the cap to the piece of wood with nail so that they touch each other as shown in the picture. The caps should be fixed in such a way that the nails rotate freely. After this, turn any cap to the right or left. Find out the direction of other cap. ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ടെക്സ്റ്റിലുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഗിയറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് വായിച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ടെക്സ്റ്റിൽ ഈ പോർഷൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ.
നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. കമ്പയർ ദ എക്സ്പെരിമെൻറ്റ് യു ഹാവ് ഡൺ വിത്ത് ദ പിക്ചർ ഗിവൻ ബിലോ ആൻഡ് നോട്ട് ദ ഫൈൻഡിങ്. നിങ്ങൾ മുൻപ് ചെയ്ത ആ മുൻപത്തെ എക്സ്പെരിമെൻറ്റ് പറഞ്ഞില്ലേ, അത് ചെയ്തിട്ട് അത് ഇതായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഈ പിക്ചറായിട്ട്. ഇത് കുറച്ച് ടീത്തുള്ള വീൽസാണ്, അതങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കൊക്കെ ടേൺ ചെയ്യുമ്പോൾ എന്താണ് അവിടെ മൂവ്മെൻറ്റ് വരിക എന്ന് നമുക്ക് നോക്കാം. വെൻ ടേണിങ് എ ടു ദ റൈറ്റ്, ബി ടേൺസ് ടു ലെഫ്റ്റ് സൈഡ്. വെൻ ടേണിങ് എ ടു ദ ലെഫ്റ്റ്, ബി ടേൺ ടു ദ റൈറ്റ് സൈഡ്. When turning C to the left, A turns to the left side. When turning C to the right, A turns to right side. നിങ്ങളിത് ഇങ്ങനെ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഫിഗറിലേക്ക് തന്നെ നോക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, എ എങ്ങോട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ ബി എങ്ങോട്ടാവും മൂവ് ചെയ്യുക എന്നൊന്ന് നോക്കുക. ആ ടീത്ത് കണക്ട് ചെയ്തത് കാണാനില്ലേ നിങ്ങൾക്ക്? അപ്പോൾ എ റൈറ്റിലേക്ക് പോകുമ്പോൾ ബി എങ്ങോട്ടാ പോവുക? ലെഫ്റ്റിലേക്കാണ് പോവുക. കാരണം അത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ വീൽ ഇപ്പുറത്തേക്ക് പോവില്ലേ? അങ്ങനെ ആ ഫിഗർ നോക്കി ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കിട്ടണില്ലെങ്കിൽ പറയാം, ഞാൻ വീണ്ടും അത് അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി കാർഡ് 15. ദ സൈസ് ആൻഡ് സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദ ഗിയേഴ്സ് ആർ ഇൻ്റർ റിലേറ്റഡ്. ഗിയറിൻ്റെ സൈസും അതിൻ്റെ സ്പീഡും തമ്മിൽ ഒരു ഇൻ്റർ റിലേഷൻ ഉണ്ട്. റിപ്പീറ്റ് ദ സെയിം എക്സ്പെരിമെൻറ്റ് വി ഡിഡ് ദോസ് ക്യാപ്പ് ഓഫ് ഡിഫറെൻറ്റ് സൈസ്. റൈറ്റ് ഡൗൺ യുവർ കൺക്ലൂഷൻ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൈസ് ഓഫ് ദ ഗിയർ ആൻഡ് ദ സ്പീഡ് ഓഫ് ദ മൂവ്മെൻറ്റ്. സൈസും അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡും തമ്മിലുള്ള റിലേഷൻ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. The speed of the gears are dependent on its size. സൈസിനോട് സ്പീഡ് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, സൈസ് മീൻസ് നമ്പർ ഓഫ് ടീത്ത് ഇൻ ഇറ്റ്സ് ഗിയർ. ഗിയറിൽ എത്ര ടീത്ത് ഉണ്ട് അതാണ് അതിൻ്റെ സൈസ്. ഇഫ് ദ നമ്പർ ഓഫ് ടീത്ത് ഈസ് മോർ, ദ സ്പീഡ് ഈസ് ലെസ് ആൻഡ് വൈസ് വേഴ്സ. അതിലെ ടീത്ത് കൂടുന്തോറും സ്പീഡ് കുറയും, ടീത്ത് കുറയും തോറും സ്പീഡ് കൂടും. അതാണ് പറയുന്നത് കേട്ടോ. അതാണ് സ്പീഡും സൈസും തമ്മിലുള്ള റിലേഷൻ. സൈസ്, ഗിയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അതുമേലുള്ള ടീത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റെക്കോർഡ് ദ നമ്പർ ഓഫ് റൊട്ടേഷൻ ഓഫ് അതർ ഗിയേഴ്സ് ആസ് വൺ ഓഫ് ദ ഗിയർ റൊട്ടേറ്റ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ റൊട്ടേഷൻസ് വരിക, എത്ര ടൈംസാണ് റൊട്ടേഷൻ വരിക എന്ന് ചോദിച്ചേക്കുന്നത്. എ റൊട്ടേറ്റിംഗ് 1. എ ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബി എത്ര വട്ടം റൊട്ടേറ്റ് ചെയ്യുന്ന നോക്കാം? ബി 2 വട്ടം. കാരണം എനേക്കാൾ ചെറുതാണ് ബി. ഓക്കെ, ഞാൻ പറഞ്ഞു സൈസും അതിൻ്റെ സ്പീഡും തമ്മിൽ വ്യത്യാസമുണ്ട്. സൈസ് കൂടുന്തോറും സ്പീഡ് കുറയും. അപ്പോൾ ബി 2 വട്ടം കറങ്ങുമ്പോൾ എ ഒരു വട്ടം കറങ്ങുള്ളൂ, സൈസ് കൂടുതലായിരിക്കേ. ഓക്കെ, ഇനി ബി 2 വട്ടം കറങ്ങുമ്പോൾ സി അതിൻ്റെ ഇരട്ടി കറങ്ങും, 4 വട്ടം കറങ്ങും. കാരണം ബീനേക്കാൾ ഒന്നും കൂടി സൈസ് കുറഞ്ഞു, ടീത്ത് കുറഞ്ഞു സിക്ക്. ഓക്കെ, ഇനി സി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എ എത്രയാവും? സി എയുടെ എ എന്ന് പറഞ്ഞാൽ സിയുടെ എത്ര ഭാഗം ഉണ്ടാവും? ഭാഗം റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നോക്കി നിങ്ങൾ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി കാർഡ് 16. There will be some specific machine part to transmit the movement of one part of the machine to the other part. For example, the movement of car's engine causes the cars to move when it reaches the tire. We can control the movement of steering wheel and the direction of the car when the movement reaches the tire. നമുക്ക് ഒരു മെഷീൻ്റെ ഒരു പാർട്ടിൽ നിന്ന് വേറൊരു പാർട്ടിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളാണ് നോക്കാം. ആക്സിൽ ഈസ് ദ പാർട്ട് ദാറ്റ് കണക്ട് ദ ടയർ ഓഫ് എ കാർ ടു ദ എൻജിൻ. കാറിൻ്റെ ടയറിൽ നിന്ന് എൻജിനിലേക്ക് കണക്ട് ചെയ്യണതാണ് ആക്സില്. ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡ് ദ മൂവ്മെൻറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, സിമിലർലി സെർട്ടൈൻ മെഷീൻ പാർട്ട് ദാറ്റ് എക്സ്റ്റെൻഡ് മൂവ്മെൻറ്റ് ഇൻ വൺ പാർട്ട് ഓഫ് ദ മെഷീൻ ടു ദ അതർ പാർട്ട്. ഇതുപോലെ കുറച്ച് സാധനങ്ങളുണ്ട്, നോക്കാം. ആക്സിൽ കൊടുത്തിട്ടുണ്ട് ചെയിൻ, ബെൽറ്റ്, ഗിയർ. അതുപോലെ തന്നെ നമുക്ക് ഈ പിക്ചറിൽ കുറച്ച് സാധനങ്ങളും തന്നിട്ടുണ്ട്. അത് റൺ ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കണം. അത് മൂവ്മെൻറ്റ് ചെയ്യുന്നത് ഇതിലേത് ഉപയോഗിച്ചിട്ടാണ്? ചിലത് ബെൽറ്റ് ഉപയോഗിച്ചിട്ടാവും അതിൻ്റെ മൂവ്മെൻറ്റ് വരിക, ചിലരുടെ ചെയിൻ ഉപയോഗിച്ചിട്ടാവും, ചിലതിൻ്റെ ഗിയർ ഉപയോഗിച്ചിട്ടാവും, ചിലതിൻ്റെ ആക്സിൽ. ആൻസർ നോക്കാം. ആദ്യത്തെ കാറ് നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ട് ആക്സിലാണ്. രണ്ടാമത്തത് ഫ്ലോർ മില്ല്, നമ്മൾ മിളകും അരിയൊക്കെ പൊടിപ്പിക്കില്ലേ, അത് അവിടെ ബെൽറ്റാണ് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത് സ്യൂയിങ് മെഷീൻ, തയ്ക്കണ മെഷീൻ, അവിടെയും എന്താണ്? ബെൽറ്റാണ് വരുന്നത്. മൂന്നാമത്തെ സൈക്കിൾ നമുക്കറിയാം, ചെയിൻ. നാലാമത്തത് ക്ലോക്ക്, അവിടെ വരുന്നത് ഗിയറാണ് കേട്ടോ. നമ്മൾ 1 തൊട്ടിട്ട് 16 വരെയുള്ള ആക്ടിവിറ്റീസാണ് ഈ വീഡിയോസിൽ കംപ്ലീറ്റ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമ്മളിനി കൂടുതൽ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ലെങ്ത്ത് ഒരുപാട് കൂടുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഏതെങ്കിലും ഫ്രണ്ട്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക്